നമസ്കാരം, വെൽക്കം ടു മൂവി ട്രക്ക്. DC പടം കണ്ടിട്ട് എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അരുൺ മാതേശ്വരന്റെ ഗംഭീര ഫാനാണ് ഞാൻ. അതായത് അറ്റ് പ്രസന്റില് പുള്ളിയുടെ ഒരു 4 പടങ്ങൾ എന്തോ ആണ് മൂപ്പരുടെ ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് റോക്കി, ഫസ്റ്റ് മൂവി റോക്കി ആയിരുന്നു. അത് വേറെ ലെവലാ. അത് കഴിഞ്ഞിട്ട് സാനി കായികം എന്ന് പറഞ്ഞിട്ട് കീർത്തി സുരേഷ് പിന്നെ ധനുഷിന്റെ ചേട്ടന്റെ ഇവരുടെ രണ്ടുപേരും ഒരു സാനി കായികം എന്ന് പറഞ്ഞിട്ട് ഒരു ആമസോൺ പ്രൈം റിലീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മില്ലർ ധനുഷിന്റെ. അത് കഴിഞ്ഞിട്ട് ആണ് DC വരുന്നത്. എന്റെ പൊന്നോ, എന്തുട്ടാ ഡയറക്ടറിനെ പറയണം, പക്ക. ബാക്കി ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ വരാം. പക്ഷെ ഡയറക്ടർ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഡയറക്ടറാണ് അരുൺ മാതേശ്വരൻ. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ഭയങ്കര റോ ആൻഡ് റിയലിസ്റ്റിക് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിനിമാറ്റിക് വേർഷനിലേക്ക് പുള്ളി കൺവേർട്ട് ചെയ്യും. അതായത് പക്ക ഒരു റോ ആൻഡ് റിയലിസ്റ്റിക് ആണ് പടങ്ങൾ. പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും അങ്ങനെയാണ്. അതിനെ പുള്ളി ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് പുള്ളി അങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോ ഈവൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയപ്പോലെ ഈ ക്യാപ്റ്റൻ മില്ലറൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് വണ്ടർ അടിച്ചു പോയി ആക്ച്വലി. കാരണം അത് ആ തിയേറ്ററിൽ കയറിക്കാൻ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ സിനിമയുടെ അകത്ത്, വേറെ എങ്ങോട്ടും മാറില്ല. ഒരു സീൻ പോലും നമുക്ക് വേറൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഒരു തിരിയാൻ പോലും സമയം തരുന്നില്ല. അങ്ങനത്തെ മേക്കിംഗ്, ഒരു രക്ഷയില്ല. ഈ സിനിമ ശരിക്കും ദേവദാസിന്റെയും ചന്ദ്രയുടെയും കഥയാണെങ്കിലും ഇതിനകത്ത് ബാക്കിയുള്ളവർ കാണിച്ചു വെച്ചേക്കുന്ന ഒരു 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 എന്താ പറയാ, ഒരു മാഹോൾ അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നുണ്ട്. ഫസ്റ്റ് ആക്ടിങ്ങിനേക്കാളും മുന്നേ എനിക്ക് ടെക്നീഷ്യൻസിനെ പറയാണ്ട് വയ്യ. ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ട് പൊക്കി പോന്നേക്കുന്നതാണ്. ടെക്നിക്കൽ ബ്രില്യൻസ്. ആക്ടേഴ്സ് വേറെ ലെവലാണ്, അവരെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാം. പക്ഷെ അരുൺ മാതേശ്വരൻ, അനിരുദ്ധ്, ഇവര് രണ്ടുപേരും കൂടി അങ്ങോട്ട് പിടിച്ചിട്ട് എൻ്റെ മോനെ ഭയങ്കര പടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ സ്റ്റോറി, ഒരു നോർമൽ പോലീസുകാരുടെ എന്താ പറയാ ക്യാറ്റ് ആൻഡ് മൗസ്, പോലീസുകാരും ക്രിമിനൽസും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് തന്നെയാണ്. എല്ലാ പടങ്ങളിലും ഇതുപോലത്തെ ഗാങ്സ്റ്റർ വാറുകളുടെ എല്ലാ സിനിമകളിലുള്ള സെയിം ടെംപ്ലേറ്റ് ആണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഈ ഒരു സാധനത്തിന് ഇവര് എടുത്തു വെച്ചേക്കുന്ന വിഷ്വൽ പ്ലസ് മ്യൂസിക് രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ടുള്ള സംഭവം, അതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് വിഷ്വൽ എന്ന് പറയാനായിട്ട് മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറമാനാണ്. ആള് തെലുങ്കിലാണ് കൂടുതലും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഏജന്റ് എന്ന് പറഞ്ഞ പടം നാഗാർജുനയുടെ, പിന്നെ ദ ഗോസ്റ്റ്, അങ്ങനെ റോഗ്, അങ്ങനെ ഏജന്റ് അല്ല സോറി ഗോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. റോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സിനിമ, പിന്നെ കില്ലർ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ കുറച്ച് തെലുങ്ക് പടങ്ങളാണ്. അങ്ങനെ ഭയങ്കര ഹിറ്റ്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതൊന്നും അല്ല. ഈ ഒരു സിനിമയിൽ നിന്നായിരിക്കും പുള്ളിക്ക് കൂടുതൽ റെക്കഗ്നീഷൻ വരുന്നത്. പിന്നെ എഡിറ്റിങ്ങിന്റെ ഫാസ്റ്റ് കട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ഫാസ്റ്റ് കട്ടിന്റെ മേളമാണ് ഇതിനകത്ത്. എന്ന് പറഞ്ഞ പടം പോകണം. അതും അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കുറെ സീൻസ് ഉണ്ട്. ഒരു വെഡിങ് നടക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ക്രൗഡഡ് സംഭവത്തിലും ഇവര് എടുത്തു വെച്ചേക്കുന്ന ഒരു വിഷ്വൽ ക്ലാരിറ്റിയാണ്. വിഷ്വൽ ക്ലാരിറ്റി പ്ലസ് എഡിറ്റിങ്, ഇത് ഒരു രക്ഷയില്ല. എഡിറ്റർ പ്രസന്ന GK എന്ന് പറഞ്ഞ ഒരാളാണ്. ആളാണ് ശരിക്കും മാരി 1 and 2, പിന്നെ വേറൊരു സിനിമ വീര ധീര സൂര വിക്രമിന്റെ, പിന്നെ റായൻ ധനുഷിന്റെ, ഇതിന്റെയൊക്കെ എഡിറ്ററാണ് ഈ പ്രസന്ന എന്ന് പറഞ്ഞ ആള്. ഇവരുടെ ഒരു ടെക്നിക്കാലിറ്റിയാണ് എന്നെ ഞെട്ടിച്ചത്. ടെക്നിക്കാലിറ്റി ഗംഭീരമായിട്ടാണ് പടം വന്നേക്കുന്നത്. ഭയങ്കര സ്റ്റാർട്ടിങ് തൊട്ട്. പിന്നെ അനിരുദ്ധ്, ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിചാരിച്ച സാധനങ്ങളൊന്നുമല്ല ഇതെല്ലാം. അവര് ആദ്യമേ തന്നെ ഒരു ഫുൾ ട്രാക്ക് ഇറക്കിയത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ രാഗ ഓഫ് റിവെഞ്ച് ഇറങ്ങി. രാഗ ഓഫ് റിവെഞ്ച് സിനിമയില്
എൻ്റെ അറിവില് 2 സ്ഥലത്താണ് പ്ലേ ചെയ്യുന്നത്. കോറിലാണ് ഈ സാധനം ഹിറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നങ്ങടിങ്ങനെ പറന്നു പോണ ഫീലാ. പറന്നു പോണ ഫീലാ. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് രാഗ് ഓഫ് റിവെഞ്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്കത് തോന്നും ഇങ്ങനെ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. അതിന്റെ പ്ലേസിങ്, ആ സമയത്തുള്ള എന്താ പറയാ, ഒരു സ്ലോ മോഷൻ കട്ടുകള് ഹെവിയാണ്. ഇനി ആക്ടേഴ്സിനെ കുറിച്ച്, ലോക്കിനെ ലോക്കിയുടെ ഫസ്റ്റ് മൂവി, എൻ്റെ മോനെ എന്ത് ഗ്രിപ്പിംഗ് ആയിട്ട് മൂപ്പര് ചെയ്ത് വെച്ചേ. എന്ത് ഗ്രിപ്പിംഗ് ആന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുൾ. പുള്ളിയുടെ എന്താ പറയാ, ഒരു ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കില്ല ഒരാള്. നമുക്കിപ്പോ ഒരു ന്യൂ കമർ ആണെന്നുള്ള ടെൻഷൻ ഉണ്ടല്ലോ, അതൊന്നുമില്ല. ഈവൻ ഡയറക്ടേഴ്സ് നടന്മാരായിട്ട് വരുമ്പോൾ പോലും നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് തപ്പല്, ഇതൊന്നും ഇങ്ങനെ മുഖത്തില്ല. ഭയങ്കര സ്ഥായിയാണ് എന്ന ഒരു ഒരു എന്താ പറയാ, ഒരു സങ്കടം ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഒരു റിവെഞ്ച്, ഒന്നും പറയാനില്ല. ഗംഭീരമായിരുന്നു ലോക്കി. അതുപോലെ തന്നെ വാമിക ഗബി അങ്ങോട്ട് കേറുമ്പോ ഒരു 2-3 സീനുകളുണ്ട്, ഗംഭീര സീനുകളുണ്ട് വാമികയുടെ. കയ്യടിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളുണ്ട്. എൻ്റെ മോനെ, അതിനു മുന്നേ മെയിൻ ആയിട്ട് പറയുന്നതാണ് സഞ്ജന കൃഷ്ണമൂർത്തി. സഞ്ജന കൃഷ്ണമൂർത്തിയുടെ എന്താ പറയാ, ഒരു കുറച്ച് സീനുകളുള്ളൂ സഞ്ജനയ്ക്ക്, പക്ഷേ നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യും. എന്തൊരു ഒരു ഒരു എന്താ പറയാ, ഒരു ബാൽക്കണിയിൽ നിന്ന് നടന്നു വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് പറയാ. ഭയങ്കര സ്ലോ മോഷനില് അതിന്റെ കൂടെ ആ അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി വരുമ്പോണ്ടല്ലോ, ഇവര് രണ്ടുപേരും നടന്നു വന്നത് ഒരു ചെരിഞ്ഞൊക്കെ എന്നിട്ട് ഒരു നോട്ടം, അയ്യോ ഗംഭീര സാധനം, അടിപൊളിയായിരുന്നു. പിന്നെ ഇവര് മൂന്ന് പേരും വെച്ചിട്ടാണ് മെയിൻ. പിന്നെ ഇവരുടെ ഈ ലോകേഷിന്റെ ഒരു ക്രൂ ഉണ്ട്, കലൈവാസൽ വിജയും പിന്നെ അവിനാഷ് രഘുദേവനും ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ക്രൂ ഉണ്ട്. എന്താമാര്, ഒരു രക്ഷയില്ലാത്ത പക്ക ഒരു എന്താ പറയാ, ഒരു ക്രിമിനൽ ആണോ ഇത്. ഫുൾ ആൻഡ് ഔട്ട് ബ്ലഡ് ഷെഡ് ആണ് സിനിമ. അത് അവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട് സിനിമയുടെ ഈ അണിയറ പ്രവർത്തകർ. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ബ്ലഡ് ഷെഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഇതൊരു, നമുക്ക് ബ്ലഡ് ഷെഡിന്റെ ഇടയ്ക്കും ഈ മ്യൂസിക്കും കൂടി അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലേ, നമുക്കിതിനൊരു കവിത കേൾക്കുന്ന ഫീൽ. അതുപോലെ അത് അതിന്റെ ഒരു കൊറിയോഗ്രാഫിയാണ്. സ്റ്റണ്ട്, ഇതൊരു സ്റ്റുഡിയോ ആണ്, അത് ഞാൻ പേര് മറന്നുപോയി. അവരാണ് ഇതിന്റെ കൊറിയോഗ്രാഫി ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്, ആക്ഷൻ കൊറിയോഗ്രാഫി. ആക്ച്വലി മൊത്തം ഗൺ ഷോട്ടുകളും പിന്നെന്താ പറയാ, ഈ ഈ കത്തി വെച്ചിട്ടുള്ള സംഭവം കുറവാണ്. ഷൂട്ട് ഔട്ടാണ് മൊത്തം. അങ്ങോട്ടും പോലീസുകാരും ഇവരും തമ്മിലുള്ള ഗംഭീര ഷൂട്ട് ഔട്ടുകളാണ്. പക്ഷെ ഇതൊക്കെ ഭയങ്കര, ഈ ബാക്കിയുള്ള സിനിമകളിൽ വന്നതിനേക്കാൾ കൂടുതൽ അതിനകത്ത് സാധാരണ കുറേ സംഭവങ്ങൾ ബാക്കിയുള്ള സിനിമകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇങ്ങനത്തെ ഗൺ ഷോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കുറെ ഷോട്ടുകൾ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ക്ലോസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമുകളിൽ വരെ ഒരാളെ വെടി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യുകയാണെങ്കിലോ, പല രീതികളിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓയ്യോ, എന്താ അതിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണത്. കാരണം പുള്ളി കൾപ്രിറ്റാന്ന് ഇവർക്ക് അറിയാം, നമുക്കും അറിയാം, മൂപ്പർക്കും അറിയാം. എന്നിട്ട് അയ്യോ, ഒരു 2-3 ചോദ്യം ചെയ്യലൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ആനിമൽ മൂവി ഉണ്ട്. ആനിമൽ, മറ്റേ നമ്മുടെ രൺബീർ കപൂറിന്റെ ആനിമൽ മൂവിയിൽ, അതിനകത്ത് ഒരു റെഫറൻസ് പോലെ ആ ഒരു എന്താ പറയാ, അതിനകത്തൊരു മറ്റേ ആ പാട്ടൊക്കെ ആയിട്ട് ഒരു 10-150 അതിനെ വെട്ടിക്കൂട്ടണല്ലേ രൺബീർ കപൂർ. ഒരു എന്താ പറയാ, ഒരു കോറിഡോർ അല്ലല്ലോ അതിനെ പറയുന്ന, ബിൽഡിങ്ങിന്റെ ഈ വരാന്ത, ആ വരാന്ത അതുപോലത്തെ ഒരു കിണ്ണ സാധനമുണ്ട്. നമ്മൾ ഞാനൊക്കെ ഇറ്റിന്ന് കൈയടിച്ചു, കൈയടിച്ച് കൂകി പൊളിച്ചു. എന്താണെന്നറിയില്ല,
അത്രയും ഫീൽ ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഒരു എന്താ പറയുക ഇൻജസ്റ്റിസ് അവിടെ നടക്കുന്നുണ്ട്. നായകൻ അവിടെ കാണിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി അത് ഭയങ്കര കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന സാധനമാണ്. അത് നമുക്കത് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ടോപ്പ് നോച്ചാണ്. പിന്നെ സ്റ്റോറി വൈസ് അരുൺ മാതേശ്വരൻ തന്നെയാണ് കഥ, തിരക്കഥ, ഡയലോഗുകളൊക്കെ. വളരെ ചുരുക്കം ഡയലോഗുകളും കൂടുതൽ എന്താ പറയാ കൂടുതൽ ഇവരുടെ ആക്ഷൻസും. അതാണ് ഈ സിനിമയിൽ മെയിനായിട്ട് പിടിച്ചേക്കുന്നത്. വെറുതെ അലവലാതി കപ്പട കുപ്പട ഡയലോഗുകളൊന്നുമില്ല. വളരെ മിനിമൽ ഡയലോഗുകൾ. അയ്യോ അത് അതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് കൃഷ് ദയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ഒരു നായകനെ കട്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു വില്ലൻ ഉണ്ടെങ്കിൽ പൊള്ളിയാണ് അങ്ങേര്. അങ്ങേരുടെ ഒരു 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 സംഭവങ്ങളൊക്കെ ചില സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഓവർ ഷോ ഇത് വേണ്ട, ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ട, ബ്രൂട്ടാലിറ്റി കാണിക്കാനായിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു. എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു DC. അരുൺ മാതേശ്വരന്റെ എന്താ പറയാ ആദ്യത്തെ പടം റോക്കി, സെക്കൻഡ് സാനിക്കായുധം, തേർഡ് ക്യാപ്റ്റൻ മില്ലർ, പിന്നെ ഫോർത്ത് DC. ഔട്ട് ആൻഡ് ഔട്ട് എക്സ്പീരിയൻസ്. മൂപ്പര് ഇതിനു മുന്നേ മറ്റേ ഇളയരാജയുടെ ബയോപിക് ചെയ്യാനിരുന്നതാ. അത് അങ്ങേരെന്നാണ്ട് ഇളയരാജ എന്തോ കേസ് കൊടുത്ത് അത് പോയി നന്നാക്കി. കേസ് കൊടുത്താണോ വേറെന്തോ ഇവരത് ഉപേക്ഷിച്ചു ധനുഷിനെ വെച്ചിട്ട്. മറ്റേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതായിരുന്നു. അത് പോട്ടെ, അതിന്റെ ഒരു ബാക്കിൽ ഇത് ചെയ്തത് അടിപൊളിയായി. പോരാത്തതിന് എന്താ പറയാ ഈ പടത്തിന്റെ മാർക്കറ്റിങ്ങും ഗംഭീരമായി. കലാനിധിമാരൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും ഗംഭീര മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടാണ് പടം റിലീസ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഗ്രാൻഡ് ജസ്റ്ററിലാണ് പടം ചെയ്തേക്കുന്നത്. പക്ഷെ വിക്കിപീഡിയയിലൊക്കെ ഒരു അറൗണ്ട് ഒരു 25 കോടി രൂപയുടെ ഒക്കെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളൂ. കാരണം അധികം വലിയ ലൊക്കേഷനുകളില്ല, ചെറിയ ലൊക്കേഷൻ, ഭയങ്കര എന്താ പറയാ റൂറൽ ആയിട്ടുള്ള സംഭവമാണിത്. ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ഗ്യാങ് വാറിനെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് എടുത്തേക്കാണ്. അത് ഈവൻ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ടോപ്പ് നോച്ച് വർക്ക്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു സാധനം അനിരുദ്ധിട്ടുണ്ട്. എന്റെ പൊന്നു ടൈറ്റിൽ കാർഡിന്റെ ഒരു സാധനം. എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോഴേ നമ്മൾ ആ സിനിമയുടെ അകത്തോട്ടാണ് കൊണ്ടുപോകാണ്. പിന്നെ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു മാഡ്നസ് മീറ്റ് മാഡ്നസ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഗംഭീരമായിരുന്നു അത്. ഇതൊരു എന്താ പറയാ റിവ്യൂവിനേക്കാൾ ഉപരി എനിക്ക് ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഇങ്ങനെയും സിനിമ എടുക്കാം. അരുണിന്റെ ഓൾറെഡി ഞാൻ ഭയങ്കര ഫാനാണ്, ഫാനാണ്. അപ്പോ മൂപ്പരുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ ഒരു ജെമ്മ് വീണ്ടും കിട്ടാന്ന് വെച്ചാൽ പുള്ളി ചെയ്തേക്കുന്നത് എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്രിമിനൽ പോലീസ്, അങ്ങനെ ഒരു കാറ്റ് ആൻഡ് മൗസ്, പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഗംഭീര ആക്ഷൻ, വയലൻസ്, ഇതൊക്കെയാണ് പുള്ളിയുടെ ജോണർ. അതാണ് പുള്ളി ചെയ്യുന്നതും അത് തന്നെയാണ്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ DC എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയേക്കാൾ ഉപരി നിങ്ങളൊരു ആക്ഷൻ ലവറാണ്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഷെഡ് ഒന്നും ഒരു പ്രശ്നമില്ല, അതിനകത്തെ ഒരു കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഓഡിയോ ഉള്ള തിയേറ്റർ തന്നെ തിരഞ്ഞെടുക്കുക. കാരണം അതും സീറ്റ് അറേഞ്ച്മെന്റ് വേറെ, സീറ്റ് അത്യാവശ്യം നടുക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. വിഷ്വൽ പ്ലസ് ഓഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ജസ്റ്റർ ഫീൽ ചെയ്യും സിനിമയിൽ. അതിനുള്ള വർക്ക് അവർ എടുത്തിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് എനിക്ക് ഉറപ്പാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ എന്ന് വെച്ചിട്ടൊക്കെ ചിലർ കാണാതിരിക്കും. അതൊന്നും അല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൊറിയോഗ്രാഫി എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹമുള്ളവരാണ് ഈ എന്താ പറയാ നമ്മൾ പുറത്തെ പടങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്നത്. മാർക്കോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മോനെ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഇതായിരുന്നു DCയുടെ എന്റെ റിവ്യൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.